Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of Repeat Out by Pitcherware, FIUGP English Language Skill for Humanities and Other BA program, first semester, Calcutta University. Answer the following questions in 150 words each. Explain Mr. Keating words. We are not laying pipes. We are talking about poetry. അപ്പോൾ ഈ ഒരു ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. When Mr. Keating says, we are not laying pipes, we are talking about poetry, he is emphasizing the distinction between technical and artistic creative ones. അപ്പോൾ ഇതിൽ ഈ ഒരു ലൈനിൽ അദ്ദേഹം ഒരു കോൺട്രാസ്റ്റ് നടത്തുകയാണ്. അതായത് ടെക്നിക്കൽ അതുപോലെ ആർട്ടിസ്റ്റിക് ആൻഡ് ക്രിയേറ്റീവ് വൺസ് ഇത് തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റ് നടത്തുന്നുണ്ട്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ലേയിങ് പൈപ്സ് റെപ്രസെൻറ്റ് മെക്കാനിക്കൽ ടാസ്ക് ദാറ്റ് റിക്വയർസ് ടെക്നിക്കൽ സ്കിൽ ബട്ട് നോട്ട് നെസസറിലി പാഷൻ ഓർ ഇമാജിനേഷൻ. അപ്പോൾ ഇതിൽ ഈ ഒരു സാഹചര്യത്തിൽ ലൈൻ പൈപ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു മെക്കാനിക്കൽ ടാസ്കിനെയാണ്. അതിന് ടെക്നിക്കൽ സ്കിൽ ആവശ്യമാണ്, അതിന് പാഷനും ഇമാജിനേഷനും ഒന്നും ആവശ്യമില്ല. In contrast, discussing poetry involves exploring the human experience, emotions and ideas which requires a deeper level of understanding and creativity. അതായത് പോയട്രി എന്ന് പറയുന്നത് അത് എക്സ്പ്ലോർ ചെയ്യുന്നത് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്, ഇമോഷൻസ് ആണ്, ഐഡിയാസ് ആണ്. അതിനൊരു ഡീപ്പർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്, അതുപോലെ ഒരു ക്രിയേറ്റിവിറ്റി ആവശ്യമാണ്. ബൈ മേക്കിംഗ് ദിസ് ഡിസ്റ്റിങ്ഷൻ മിസ്റ്റർ കീറ്റിംഗ് ഈസ് എൻകറേജിങ് ഹിസ് സ്റ്റുഡൻസ് ടു അപ്രോച്ച് പോയട്രി നോട്ട് ജസ്റ്റ് ആസ് സബ്ജക്റ്റ് ടു ബി അനലൈസ്ഡ് ബട്ട് ആസ് എ വേ ടു കണക്ട് വിത്ത് ദ വേൾഡ് ആൻഡ് ദംസെൽസ്. അപ്പോൾ ഈ ഒരു കീറ്റിങ്ങിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ അദ്ദേഹം ലേണേഴ്സിനെ എൻകറേജ് ചെയ്യുകയാണ്. അതായത് നമ്മളൊരു പോയട്രീനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു സബ്ജക്റ്റ് അനലൈസ് ചെയ്യുന്ന രീതിയിലാകരുത്, മറിച്ച് നമ്മളെ തന്നെ കണക്ട് ചെയ്യുന്ന, ഈ വേൾഡിനെ കണക്ട് ചെയ്യുന്ന ഒന്നായിട്ട് പോയട്രീനെ മാറ്റിയെടുക്കണം. പോയട്രീനെ നമ്മൾ പഠിക്കണം. How does Mr. Keating explain the difference between courses like medicine and engineering in studying poetry? എങ്ങനെയാണ് മിസ്റ്റർ കീറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്തത്? അതായത് മെഡിസിൻ ആൻഡ് എൻജിനീയറിങ് കോഴ്സസ് അതുപോലെ പോയട്രി സ്റ്റഡി ചെയ്യുന്നതിന് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ്, അതായത് സ്റ്റഡിയും പോയട്രിയും കോഴ്സസ് ലൈക്ക് മെഡിസിൻ ആൻഡ് എൻജിനീയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എങ്ങനെയാണ് ജോൺ കീറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്തത്? Mr. Keating explained the difference between courses like medicine and engineering and studying poetry. Keating tells that we read and write poetry because we are the members of human race and the human race is filled with passion. അപ്പോൾ ജോൺ കീറ്റിംഗ് പറയുന്നത് നമ്മൾ പോയട്രി എഴുതുന്നതും വായിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പം നമ്മളിലൊക്കെ ഒരു പാഷൻ ഫീൽഡാണ്, അതുപോലെ ഒരു ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഉള്ള ആളുകളാണ് മനുഷ്യർ. ആർട്ടിസ്റ്റിക് ക്രിയേറ്റീവ് ഫീൽഡ് ലൈക്ക് പോയട്രി വിച്ച് സ്പീക്സ് ടു അവർ ഹ്യൂമാനിറ്റി, പാഷൻ ആൻഡ് ഇമോഷൻസ് ആൻഡ് പ്രൊവൈഡ് മീനിങ്, ബ്യൂട്ടി ആൻഡ് ജോയ് ടു അവർ ലീവ്സ്. അതായത് പോയട്രി എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് അതുപോലെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. ഇത് നമ്മുടെ ഹ്യൂമാനിറ്റീനെ, നമ്മുടെ മനുഷ്യരെ കുറിച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത്. അതുപോലെ പാഷൻ, ഇമോഷൻസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇത് സംസാരിക്കുന്നത്. അതുപോലെ നമുക്ക് ജീവിക്കാൻ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു മീനിങ് ഈ ഒരു പോയട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജീവിതത്തിലൊരു ബ്യൂട്ടി, ജോയ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Practical technical field like medicine, engineering, law, business which are necessary for sustaining life and providing for our basic needs. In contrast, അതായത് ഈ ഒരു ലോ, ബിസിനസ്, എൻജിനീയറിംഗ്, മെഡിക്കൽ ഈ കോഴ്സസൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ബേസിക് നീഡ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോയട്രി ഈസ് എസെൻഷ്യൽ ടു വാട്ട് മേക്ക് അസ് ഹ്യൂമൻ ആൻഡ് ടു വാട്ട് മേക്സ് ലൈഫ് വർത്ത് ലിവിങ്. പോയട്രി മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എസെൻഷ്യലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിനൊരു മീനിങ് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഉദ്ദേശം, ഒരു ഇൻറ്റൻഷൻ, ഇതിനൊക്കെ പോയട്രി എസെൻഷ്യലാണെന്നാണ് പറയുന്നത്. What do the reactions of the learners to Mr. Keating suggest about their inner confusion and growth? ലേണേഴ്സിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? അത് മിസ്റ്റർ കീറ്റിങ്ങിൻ്റെ ലേണേഴ്സിൻ്റെ ഇന്നർ കൺഫ്യൂഷൻ ആൻഡ് ഗ്രോത്ത് ഇതിനെക്കുറിച്ച് സജസ്റ്റ് ചെയ്ത സമയത്ത് എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ?
The learners are initially hesitant and resistant to Mr. Keating's unconventional approach, reflecting their inner confusion and uncertainty about the value of poetry and the arts. തുടക്കത്തിൽ അവർ അദ്ദേഹത്തിൻ്റെ ആ ഒരു സജഷനിൽ അവർ കുറച്ച് മടി കാണിച്ചു, അവരതിനെ റെസിസ്റ്റ് ചെയ്തു, എതിർത്തു. ഈ ഒരു കീറ്റിങ്സിൻ്റെ അൺകൺവെൻഷണൽ അപ്രോച്ച്, ഇതൊക്കെ അവരുടെ ഇന്നർ കൺഫ്യൂഷൻ, അതുപോലെ ആ ഒരു വാല്യൂ ഓഫ് പോയട്രിയിലുള്ള അവരുടെ അൺസർട്ടനിറ്റി, ഇതൊക്കെയാണ് കാണിക്കുന്നത്. They're thinking that in 19th century literature has nothing to do with going to medical school or business school. Most of the learners sitting in the class consider poetry as just something they are forced to learn as part of the curriculum, and their plan is just learning the rhymes and go on quietly about the business of achieving other ambitions. അതായത് ഈ ലേണേഴ്സ് ചിന്തിച്ചിരുന്നത് 19th century ലിറ്ററേച്ചർ ഒരിക്കലും മെഡിക്കൽ സ്കൂളിലോ ബിസിനസ് സ്കൂളിലോ ഒന്നും പോകാൻ ഹെൽപ്പ് ചെയ്യൂല. അവരെല്ലാവരും ഈ ഒരു പോയട്രി ക്ലാസ് ഒരു ഫോഴ്സ്ഫുള്ളി ആയിരുന്നു അവർ അതിനെ കണ്ടിരുന്നത്. അതായത് അവരുടെ കരിക്കുലത്തിൽ പ്രിസ്ക്രൈബ് ചെയ്തതുകൊണ്ട് തന്നെ ഈ പോയട്രി അവർ സ്റ്റഡി ചെയ്യുന്നിരുന്നത്. അവർ ഈ ഒരു റൈംസ്, പോയട്രിയിലെ റൈംസൊക്കെ അവർ ലേൺ ചെയ്തിരുന്നത് ജസ്റ്റ് ഒന്ന് ലേൺ ചെയ്യുക, അതിനുശേഷം ബിസിനസ് അവരുടെ ആ ഒരു അംബിഷൻസ് അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. As Mr. Keating's passion and enthusiasm for poetry become more apparent, the learners begin to show curiosity and interest in the subject, indicating a growth in their openness to new ideas and experiences. മിസ്റ്റർ കീറ്റിങ്ങിൻ്റെ പാഷൻ, പോയട്രിയോടുള്ള ഒരു പാഷൻ ഈ ലേണേഴ്സിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. അതിലൂടെ അവർക്ക് തുടക്കത്തിൽ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു സബ്ജക്റ്റിനോട്, പോയട്രിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായി. അങ്ങനെ ഇതൊക്കെ അവരുടെ ആ ഒരു ഓപ്പൺനെസ്, അതുപോലെ പുതിയ ഐഡിയാസ്, എക്സ്പീരിയൻസ്, ഇതിൻ്റെ ഒരു ഗ്രോത്തിനെയാണ് ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വാട്ട് ഹാവ് യു ലേൺ അബൌട്ട് ദ പവർ ഓഫ് ഗുഡ് സ്പീക്കിംഗ് സ്കിൽ ഫ്രം ദ സീൻ? ഈ ഒരു സീനിൽ ഗുഡ് സ്പീക്കിംഗ് സ്കില്ലിൻ്റെ ആ ഒരു പവറിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് ലേൺ ചെയ്തത്? The scene in the movie Dead Poets Society by John Keating, where Mr. Keating teaches his students about the power of poetry and language, convey several lessons about the power of good speaking skills. The speech delivered by the teacher is extremely short and has visible impacts upon the learners. അതായത് ഇതിൽ ടീച്ചർ യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് സ്പീക്കർ വളരെ ഷോർട്ടായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മോർ പവർഫുള്ളാണ്. ഇതൊക്കെ ലേണേഴ്സിന് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ദ ടീച്ചർ ഗിവ്സ് ദ ലേണേഴ്സ് എ ഫിസിക്കൽ task, ripping out the introductory page of their textbook. Acting on something rather than inactive listening can have a huge impact on the attitude of the audience. അതായത് ഇതിൽ സ്പീക്കർ ഒരു ലേണേഴ്സിന് ഒരു ഫിസിക്കൽ ടാസ്ക് നൽകുന്നുണ്ട്. റിപ്പിംഗ് ഔട്ട് ദ ഇൻട്രൊഡക്ടറി പേജ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇൻട്രൊഡക്ടറി പേജ് റിപ്പിംഗ് ഔട്ട്, അതായത് കീറാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. Acting on something rather than inactive listening can have a huge impact on the attitude of the audience. അതായത് എന്തെങ്കിലും കാര്യം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയൻസിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകും, അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ഒരു ഇനറ്റൻറ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും ഒരു ടാസ്കിലൂടെ ചെയ്യുമ്പോൾ അവരിൽ കൂടുതൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദ ലേണേഴ്സ് ഹൂ വർ inattentive and disinterested in the class suddenly became attentive and curious. അതുവരെ ആ ഒരു ക്ലാസ്സിൽ ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ്, ലേണേഴ്സ് പെട്ടെന്ന് അറ്റൻറ്റീവായി, ക്യൂരിയസ് ആയി. ദ ടീച്ചർ ദെൻ സ്പീക്സ് ഔട്ട് ദ നെയിംസ് ഓഫ് സം ലേണേഴ്സ് ആൻഡ് സ്പാർക്സ് ഔട്ട് ദ പോസിബിൾ തോട്ട്സ് ആർ ഗോയിങ് ത്രൂ ദർ മൈൻഡ്സ്, മേക്കിംഗ് ദം മോർ ക്യൂരിയസ് ആൻഡ് ഓപ്പൺ ടു മോർ സജഷൻസ്. അതുപോലെ ടീച്ചർ ഇതിൽ ചില ലേണേഴ്സിൻ്റെ നെയിംസൊക്കെ പറയുന്നുണ്ട്. അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന തോട്ട്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ലേണേഴ്സിനെ കൂടുതൽ ക്യൂരിയസ് ആക്കാനും അതായത് മോർ സജഷൻസ് ഓപ്പൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.